ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ബാക്കിയത്തെ പോർഷനാണ്. ഇതിൻ്റെ അകത്ത് 25% ഓഫ് 100, 25% ഓഫ് 200, അങ്ങനെ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ, യു മേ ഹാവ് നോട്ടീസ് ദാറ്റ് 20% ഓഫ് എ വാല്യൂ ഈസ് ഡബിൾ ദാറ്റ് ഓഫ് 10%. 10%ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20%ൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ദിസ് വിൽ ഹാപ്പൻ ആസ് 20% ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് 10%. 10%ൻ്റെ ട്വൈസ് എടുക്കുമ്പോൾ 20%ഉം കിട്ടും. അപ്പോൾ കാൽക്കുലേറ്റ് ഹൗ മച്ച് 40% ഓഫ് വാല്യൂ ഇൻ ദ ടേബിൾ എബോവ് വുഡ് ബി. അപ്പോൾ ഇതിൻ്റെ 40% വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കണം. 40% കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി, 20%ൻ്റെ ഡബിൾ കണ്ടുപിടിച്ച് വെച്ചാൽ മതി. 20 × 2 എന്ന് പറയുകയാണെങ്കിൽ 40 തന്നെ. അപ്പോൾ 20 × 2 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. ഇവിടെ 40 × 2 ചെയ്യുമ്പോൾ 80 കിട്ടും. 10 × 2 ചെയ്യുമ്പോൾ 20 കിട്ടും. 16 × 2 ചെയ്യുമ്പോൾ 32 കിട്ടും. 2 × 2 ചെയ്യുമ്പോൾ 4 കിട്ടും. 7 × 2 ചെയ്യുമ്പോൾ 14 കിട്ടും. പിന്നെ 57.4ൻ്റെ 2 ടൈംസ് ചെയ്യുമ്പോൾ 114.8 കിട്ടും. ഇനി വാട്ട് റിലേഷൻഷിപ്പ് ഡു യു ഒബ്സർവ് എമംഗ് 20%, 5% ആൻഡ് 25% ഓഫ് എ വാല്യൂ? ഈ 20%ഉം 5%ഉം 25%ഉം തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവയിൽ നമുക്ക് 20%ഉം 5%ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25% കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ 25% ഒന്നിക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി, ഈ 20%ഉം 5%ൻ്റെയും വാല്യൂം കൂടി ആഡ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് നോക്കാം കറക്റ്റ് ആണെന്നോ. ഇവിടെ നമുക്ക് 20% എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് 20ഉം 5% എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത് 5 ആണ്. 20 + 5 ഈ രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 25 കിട്ടിയല്ലോ. അതുപോലെ തന്നെ അടുത്തത് നോക്കിക്കേ, 40യും 10ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50 കിട്ടി. ആ 50 അല്ലേ മുകളിൽ വന്നേക്കണേ. 10ഉം 2.5 ആഡ് ചെയ്തപ്പോൾ 12.5 കിട്ടി. 20%ഉം 5%ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 25% കിട്ടും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. 20% ഓഫ് y എന്ന് പറയുമ്പോൾ 20/100 × y പ്ലസ് 5% ഓഫ് y എന്ന് പറയുമ്പോൾ 5/100 × y. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയാണ് 20y പ്ലസ് 5y എന്ന് പറയുമ്പോൾ 25y/100 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത്, യൂസിങ് ദിസ് ഒബ്സർവേഷൻ മെൻ്റലി കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈസ് 50% ഓഫ് ദ വാല്യൂ. ഇനി നമുക്കിടെ അടുത്ത് ചോദിച്ചേക്കണം, ഇങ്ങനെയാണെങ്കിൽ 50% എത്രയാണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ നമ്മൾ എത്ര കണ്ടുപിടിക്കണം? 15%ൻ്റെ കണ്ടുപിടിക്കണം. 50%ൻ്റെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി, 10%ഉം 5%ഉം കൂടി ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് 50%ൻ്റെ വാല്യൂ കിട്ടും. 10% എന്ന് പറയണത് 10ഉം 5ഉം. അപ്പോൾ ഇതെന്ന് പറയണ മുകളിൽ നമുക്ക് എത്രയെന്ന് എഴുതാം? 15 എഴുതാം. ഇത് ചുമ്മാ അങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. 10%ൻ്റെയും 5%ൻ്റെയും 20 + 5 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 30 കിട്ടും. പിന്നെ 10%, 5 + 2.5 എന്ന് പറയുമ്പോൾ 7.5 കിട്ടും. പിന്നെ 8 + 4 ചെയ്യുമ്പോൾ 12 കിട്ടും. അടുത്തത് 1 + 0.5 എന്ന് പറയുമ്പോൾ 1.5 കിട്ടും. അടുത്തത് 3.5ഉം 1.75ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.25 കിട്ടും. അടുത്തത് 28.7ഉം പിന്നെ 5% വന്നിരിക്കുന്നത് 14.35ഉം. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15%ൻ്റെ കിട്ടും. ദാറ്റ് ഈസ് 43.05. 15%ൻ്റെ കിട്ടും. ഇനി അടുത്തത് ചോദിച്ചേക്കുന്നത്, സപ്പോസ് യു ഹാവ് ടു മെൻ്റലി കാൽക്കുലേറ്റ് ദ ഫോളോയിങ് പെർസെൻറ്റേജ് ഓഫ് 75%, 90%, 70% ആൻഡ് 55%. ഇതിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. 75%ൻ്റെയും 90%ൻ്റെയും 55%. അപ്പോൾ 75%ൻ്റെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി, 70%ഉം 5%ഉം കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? 70% എത്രയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഇനി 90% കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി, 100ൽ നിന്ന് 10% കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 90% കിട്ടും. ഇനി 90%ൽ നിന്ന്
20% സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 70% കിട്ടും. 70%ൽ നിന്ന് 5% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75% കിട്ടും. ഇനി 55% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 50%ന്റെ കൂടെ എന്താ ആഡ് ചെയ്ത് വെച്ചാൽ മതി? 5% ആഡ് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ കയ്യിൽ 25% ഉള്ളെങ്കിൽ 25%ന്റെ കൂടെ 2% മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 50% കിട്ടും. അതിൻ്റെ കൂടെ 5% ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ 25% വന്നിട്ടുണ്ടോ? അപ്പം 100% എന്ന് പറയുമ്പം ഈ വാല്യൂ അല്ല വന്നെ, 100ൽ നിന്ന് 10 കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ 25 മൈനസ് 10 ചെയ്യുമ്പോൾ 15 കിട്ടും. അതായിരിക്കും 90% വരുന്നത്. 90%ന്റെ ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. 100%ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 10% സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി. അതിൽ നിന്ന് ബാക്കിയത്തെ വാല്യൂസൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വി ക്യാൻ ഫൈൻഡ് 50% ഓഫ് എ വാല്യൂ ബൈ മൾട്ടിപ്ലൈങ് 1/2. അപ്പോൾ നമുക്കറിയാം 50/100 എന്ന് പറയണതും 1/2 എന്ന് പറയണതും എപ്പോഴും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഈ 50/100 തന്നെയാണ് 0.5. അപ്പോൾ നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ 50% ഓഫ് 24 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? 50/100 × 24 ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 1/2 × 24 ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 0.5 × 24 ചെയ്യും. ഇത് ഏത് ചെയ്താലും നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടുള്ളൂ? 12 തന്നെ കിട്ടുള്ളൂ. ഏത് വാല്യൂലും ഇത് സെയിം തന്നെയായിരിക്കും തന്നെ. 50/100 1/2. 1/2 തന്നെയാണ് 0.5. Similar to find the 10% of a quantity, what decimal value should be multiplied? 10% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 10/100 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് 0.1 കിട്ടും. 0.1ന്റെ കണ്ടുപിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിനെ എന്ത് ചെയ്ത് വെച്ചാൽ മതി? 0.1 × 24 കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ ഫ്രാക്ഷൻ എഴുതുക, അതുപോലെ തന്നെ ഡെസിമൽ എഴുതുക. 50% 50/100. 100% എന്ന് പറയുമ്പോൾ 100/100. 25% എന്ന് പറയുമ്പോൾ 25/100. ഇതെന്ന് പറയുമ്പോൾ 75/100. ഇത് 10/100, 1/100, 5/100, 43/100. ഇനി ഇതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് 1 തന്നെ കിട്ടും. പിന്നത്തെ വരുമ്പോൾ 0.25, 0.75, 0.1, 0.01, 0.05. ഇവിടെ 2 0 ഉള്ള, അപ്പോൾ 2 ഡിജിറ്റ് ബാക്ക്വേർഡ് പോകുമ്പോൾ 0.05. ഇവിടെ വരുമ്പോൾ 0.43. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതുവാണെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 1 ആണ് വന്നത്. അടുത്തത് വരുമ്പോൾ 25/4ന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ 1/4. ഇത് വരുമ്പോൾ 3/4. ഇത് വരുമ്പോൾ 1/10. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം 1/100 തന്നെ. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ 1/20. ഇതിൽ സിംപ്ലസ്റ്റ് ഫോം ഒന്നുമില്ല, അത് 43/100. അപ്പോൾ ഇത്രയും നമുക്ക് സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. 25/100ന് പകരം നമ്മൾ 1/4 കണ്ടുപിടിച്ചാലും മതി, അല്ലെങ്കിൽ നമ്മൾ 0.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കറക്റ്റ് തന്നെ കിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം മാർക്സ് ഇൻ എ ടെസ്റ്റ് ആ 75. അപ്പോൾ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 75 ആണ് വരുന്നത്. ഔട്ട് ഓഫ് 75ലാണ് വരുന്നത്. ഇഫ് എ സ്റ്റുഡൻറ് സ്കോർ 80% ഓർ എബവ് ഇൻ ദ ടെസ്റ്റ്, ടെസ്റ്റിലെ 80%ഓ അതിൽ കൂടുതലോ കിട്ടിയാലാണ് ആ കുട്ടിക്ക് എന്ത് കിട്ടുള്ളൂ? ഗ്രേഡ് എ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഷുഡ് സുബിൻ സ്കോർ ടു അറ്റ്ലീസ്റ്റ് ടു ഗെറ്റ് ആൻ എ ഗ്രേഡ്? ഒരു എ ഗ്രേഡെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടണമെങ്കിൽ അവൻ എന്തോരും പരിശ്രമിക്കണം. മാക്സിമം മാർക്ക് 75 ആണ് അവന്. അപ്പം എത്ര മാർക്ക് കിട്ടിയാലാണ് അവന് എ ഗ്രേഡ് കിട്ടണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ മാർക്ക് 75 തന്നിട്ടുണ്ട്. അപ്പോൾ 80% ഓഫ് 75 കണ്ടുപിടിച്ച് വെച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 80/100 × 75. ഇതിൽ നിന്ന് 0യും 0യും ക്യാൻസൽ ചെയ്യാം. 8 × 75/100 കണ്ടുപിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് 60. അവന് കുറഞ്ഞത് 60 മാർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ എത്ര കിട്ടും? എ ഗ്രേഡ് കിട്ടും. 60യോ 60യിൽ കൂടുതലോ കിട്ടിക്കഴിഞ്ഞാൽ അവന് എ ഗ്രേഡ് കിട്ടും. അപ്പോൾ 80/100 × 75. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ 4/5. 4/5 × 75 60. അല്ലെങ്കിൽ 80/100നെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെസിമലായിട്ട് എഴുതി കഴിഞ്ഞാൽ 0.8 × 75 എന്ന് കിട്ടും. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 0.8 × 75 എന്ന് പറയുമ്പോൾ 60. അങ്ങനെയും കണ്ടുപിടിക്കാം. ഇപ്പം 60% എന്ന് പറയുമ്പോൾ 45 ആണെങ്കിൽ
അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എടുക്കുകയാണ് 50 മിനിമം മാർക്സ് ഫോർ എ ഗ്രേഡ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് എ ഗ്രേഡ് കിട്ടാൻ 60 മാർക്കാണ്. 60 കൂടുതൽ എത്ര മാർക്ക് കിട്ടിയാലും എ ഗ്രേഡ് തന്നെയാണ് വരുന്നത്. അപ്പം 80%ലാണ് 60 വന്നേക്കുന്നത്. അപ്പം നോക്കിക്കേ 40% എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് എടുത്താൽ പോരെ, 30 മതിയല്ലോ. 80%ന്റെ ഹാഫാണ് 40. 40%ന്റെ ഹാഫാണ് 20%. അപ്പോൾ 30യുടെ ഹാഫ് എടുത്തേച്ചാൽ മതി. 30യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാണ് വന്നത്? 15 ആണ് വന്നത്. ടോട്ടൽ 75 ആണ് വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 60% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തേച്ചാൽ മതി? 80%ൽ നിന്ന് 20% മാർക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 60% കിട്ടും. 80% ഇവിടെ കിട്ടിയേക്കണ 60 മാർക്കാണ്. 60 മാർക്കിൽ നിന്ന് 20% 15 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 60% ആയ 45 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി 4th ക്വസ്റ്റ്യൻ. To prepare a particular millet, suppose the ratio of the millet to the water to be mixed in for boiling is 2:7. അപ്പം മില്ലറ്റിന്റെ റേഷ്യോയും വാട്ടറിന്റെ റേഷ്യോയും ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യേകം ഒരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് അതിന്റെ മില്ലറ്റിന്റെയും വാട്ടറിന്റെയും റേഷ്യോ അവർ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 2:7 ആണ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് മില്ലറ്റ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കേണ്ടത്? വാട്ടറിന്റെ ചോദിച്ചിട്ടില്ല, വെള്ളം എന്തോരം വേണമെന്ന് ചോദിച്ചിട്ടില്ല. വാട്ട് പെർസെൻറ്റേജ് ഡസ് എ മില്ലറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് മിക്സ്ചർ? ഈ മിക്സ്ചറിന്റെ അകത്ത് എന്തോരം മില്ലറ്റ് ഉണ്ട്? ഈ 500 ml ഓഫ് ദ മിക്സ്ചർ ഈസ് ടു ബി മെയ്ഡ്, ഹൗ മച്ച് മില്ലറ്റ് ഷുഡ് ബി യൂസ്ഡ്? മൊത്തം മിക്സ്ചർ 500 ml ആണെങ്കിൽ എന്തോരം മില്ലറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്? 2:7 ആയതുകൊണ്ട് ടോട്ടൽ പാർട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ റേഷ്യോ എന്ന് പറയുമ്പോൾ 2 + 7 എന്ന് പറയുന്നത് 9 ആണ് വന്നത്. അപ്പം മില്ലറ്റിന്റെ റേഷ്യോ 2 ആണ്. ടോട്ടൽ 9ൽ 2 ആണ് മില്ലറ്റിന്റെ റേഷ്യോ. അപ്പം അതിനെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി? 500 ml മിക്സ്ചർ ആണെങ്കിൽ ഇൻറ്റു 500 ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 9 കിട്ടും. ഇത് ഒറിജിനൽ ഫ്രാക്ഷൻ ആയിട്ട് കിട്ടില്ല, ഡെസിമൽ ആയിട്ടേ കിട്ടുള്ളൂ. ഒറിജിനൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 111.11 ml ഓഫ് മില്ലറ്റ് ആണ് നമ്മൾ ചേർക്കുന്നത്. ഇനി വെള്ളം എന്തോരും, വാട്ടർ എന്തോരും ഒക്യുപ്പൈ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഫ്രാക്ഷൻ 9, അതിൽ നിന്ന് 7 ആണ് വാട്ടറിന് വന്നത്, ഇൻറ്റു 500 ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയത്തെ എമൗണ്ട് എന്തായിട്ടായിരിക്കും വന്നത്? വെള്ളത്തിന്റെ കൂടെ വെള്ളമായിട്ടായിരിക്കും വന്നത്. അപ്പം മില്ലറ്റ് ചേർക്കുന്നത് 111.1 ml ആണ്. ഇത് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാഫ് ഓഫ് 9 എന്ന് പറയുന്നത് 4.5, പിന്നെ ഹാഫ് ഓഫ് 4.5 എന്ന് പറയുമ്പോൾ 2.25. അങ്ങനെ നമുക്ക് 2/9 is less than 25%. ഏത് രീതിയിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാം. 10% ഓഫ് 9 0.9, 20% എന്ന് പറയുമ്പോൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.8 കിട്ടും. ഇങ്ങനെയും ചെയ്യാം. നമുക്ക് എളുപ്പം നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനെ പഠിച്ച മാതിരി തന്നെ എന്ത് ചെയ്യുക? 2 ടോട്ടൽ റേഷ്യോ ഇൻറ്റു 500 തന്നിരിക്കുന്നത്. എ ഗിവൻ റേഷ്യോ ക്യാൻ ബി കൺവേർട്ടഡ് ടു എ ഫ്രാക്ഷൻ ദെൻ ടു എ പെർസെൻറ്റേജ്. ഇനി അടുത്തത് ഒരു സൈക്ലിസ്റ്റിന്റെ ആണ്. എ സൈക്ലിസ്റ്റ് സൈക്കിൾസ് ഫ്രം ഡൽഹി ടു ആഗ്ര ആൻഡ് കംപ്ലീറ്റ് 40%. ഡൽഹിയിൽ നിന്ന് ആഗ്ര വരെ ട്രാവൽ ചെയ്യുകയാണ്. അതിൽ 40% ഓഫ് ദ ജേർണി കംപ്ലീറ്റ് ചെയ്തു. 40% ഓഫ് ജേർണി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെയാണ് ആഗ്രയുടെ എൻഡിങ് പോയിന്റ്. ഡൽഹിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 40% കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം 92 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ബാക്കി എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്നും കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 92ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ബാക്കിയത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ബാർ മോഡൽ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 40% ഡിസ്റ്റൻസ് ആണ് 92 കിലോമീറ്റർ. അപ്പോൾ ബാക്കി എത്ര പെർസെൻറ്റേജാണ് ഉള്ളത്? 60%. 60% എന്തോരം ട്രാവൽ ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറേ മെത്തേഡ് ഉണ്ട്. ഇവിടെ ഒരു 3-4 മെത്തേഡ് പറയുന്നുണ്ട്. അതിൽ എളുപ്പമുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 40% 92 കിലോമീറ്റർ പോയി. അപ്പോൾ 100% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും തന്നെ? 1% എന്തോരം ട്രാവൽ ചെയ്തു? 40% 92 കിലോമീറ്റർ ആണെങ്കിൽ 1% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്ത് വെച്ചാൽ മതി? 2നെയും 40 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് 100% അല്ല, ടോട്ടൽ തന്നെ 100% ആണ്. അപ്പോൾ 1% എന്ന് പറയുമ്പോൾ 92/40%. ഇനി നമുക്ക് 100% കണ്ടുപിടിക്കാൻ 2നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 92/40% ഇൻറ്റു 100%. രണ്ടിടത്തുനിന്നും പെർസെൻറ്റേജും പോയി, 0യും പോയി.
അപ്പോൾ വരുന്നത് 920 ഡിവൈഡഡ് ബൈ 4. 920 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 230 കിലോമീറ്റർ. അപ്പം മൊത്തം എത്ര കിലോമീറ്റർ ആണ്? ഡൽഹി മുതൽ ആഗ്ര വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 230 കിലോമീറ്റർ ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ ബാക്കി കിലോമീറ്റർ ഈ ക്വസ്റ്റ്യൻ മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? 230യിൽ നിന്ന് 92 സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ടോട്ടൽ ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളത് 230 ആണെങ്കിൽ ഈ ഇത്രയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 230 മൈനസ് 92, അപ്പോൾ നമുക്ക് 138 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 138 കിലോമീറ്റർ ആണ്. അതിൽ 2-3 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മെത്തേഡ് പറഞ്ഞേക്കണേ 40% എന്ന് പറഞ്ഞാൽ 92 കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 20% ആലോ. 20% എന്ന് പറയുമ്പോൾ 46. ഈ 40യും 20യും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 92ഉം 46ഉം കൂടി ആഡ് ചെയ്യാം. 92ഉം 46ഉം ആഡ് ചെയ്യുമ്പോൾ 138 കിട്ടും. അത് തന്നെ നമ്മൾ ഈ മെത്തേഡിൽ നിന്ന് നമുക്ക് കിട്ടിയായിരുന്നു എത്രയാണ്? 138 ആണ് കിട്ടി. ഇനി അടുത്ത മെത്തേഡ് പറയുന്നത് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കൊടുക്കാം. 40:92. ബാക്കി വരുന്നത് 60% ആണ്. 60% ഓഫ് ട്രാവൽ ചെയ്യുമ്പോൾ എത്ര കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ക്രോസ് ചെയ്യുമ്പോൾ 92 × 60 ഡിവൈഡഡ് ബൈ 40 കിട്ടും. അപ്പോഴും നമുക്ക് 138 കിട്ടും. ഇനി മെത്തേഡ് 3 പറയുന്നത് 40%, 40/100 ഈക്വൽ ടു 92 ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാൻ പാടില്ല, അതിനെ ഡി ആയിട്ട് എടുക്കാം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ 100 × 92 ചെയ്യുക, ഡിവൈഡഡ് ബൈ 40 ചെയ്യുക. അപ്പോൾ 230 കിട്ടും. ബാക്കി എന്തോരം കവർ ചെയ്തു എന്ന് അറിയാനായിട്ട് 230ന്ന് 92 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 138 കിട്ടും. ഇത് അടുത്ത മെത്തേഡ്. ഇനി ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാൻ പാടില്ല. ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് 92 കിലോമീറ്റർ ആണെന്നറിയാം. ബാക്കി തന്നെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് പ്ലസ് 92 വരും. 40% ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തതിൽ 40% ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 92. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ 40/100നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അത് റെസിപ്രോക്കലായി 100/40. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 132 ആണ് കിട്ടും. എക്സ് പ്ലസ് 92 കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 230 മൈനസ് 92, ടോട്ടൽ 230 കിട്ടും. അതിൽ നിന്ന് 92 കുറയ്ക്കുമ്പോൾ 132 കിട്ടും. 138 കിട്ടും. അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്ത സെഷൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത പോർഷൻ്റെയും അതുപോലെ തന്നെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെയും ആൻസർ പറഞ്ഞുതരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.